വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവ ചത്തു. മയക്കുവെടിയേറ്റ കടുവ ദൗത്യസംഘത്തിന് നേരെ ചാടിയതോടെയാണ് കടുവയ്ക്ക് നേരെ 3 തവണ വെടിയുതിർത്തത്. ഇതോടെയാണ് കടുവ ചത്തത്. സ്വയം രക്ഷയുടെ ഭാഗമായാണ് വെടിയുതിർത്തത്. പ്ലാസ്റ്റിക് പടുതയിൽ പൊതിഞ്ഞ കടുവയെ തേക്കടിയിലെത്തിച്ചു. ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടുവയെ മയക്കുവെടി വെച്ചത്. ഇന്നു പുലർച്ചെ തോട്ടം തൊഴിലാളികൾ വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിരുന്നു. പ്രദേശവാസിയായ നാരായണന്റെ പശുവിനെയും ബാലമുരുകന്റെ നായയുമാണ് കടുവ കൊന്നത്. സമീപത്തുള്ള ഗ്രാമ്പിയിൽ കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടിരുന്നു. ഗ്രാമ്പിയിൽ പരിക്കേറ്റ് കൺമുന്നിലുണ്ടായിരുന്ന കടുവയെ ഇന്നലെ രാവിലെ മുതൽ കാണാതായി. ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഈ കടുവ തന്നെയാണ് അരണക്കല്ലിൽ എത്തിയതെന്ന് സ്ഥിരീകരിച്ചു. കടുവയെ പിടികൂടുന്നത് സങ്കീർണ ദൗത്യമാണെന്ന് മന്ത്രി AK ശശിധരൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും 11-ാം തീയതി കൂടുവച്ചതിന് ശേഷം നമ്മൾ ത്രൂ ഔട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായിട്ട് നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി നമുക്ക് ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ ഗ്രിഡായി തിരിച്ച് ചതുപ്പുകളെല്ലാം സെർച്ച് ചെയ്തു. അപ്പോൾ ഇന്നലെ നമുക്ക് ഈ ഒരു ചതുപ്പിൽ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് എൻറ്റയർ നൈറ്റ് നമ്മൾ 1 മണിക്കൂർ ഇടവിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ കുറച്ച് മിസ്റ്റുള്ളോട്ട് നമുക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. എന്നാൽ പോലും അവിടുന്ന് അധിക ദൂരം മാറാൻ യാതൊരു സാഹചര്യമില്ല. എന്തായാലും മിക്കവാറും കൂടിന്റെ വളരെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 300 മീറ്റർ അടുത്ത് തന്നെയാണ്. അപ്പോൾ കൂട്ടിൽ കയറുന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നു. ഫർദർ നമ്മൾ ഇന്ന് എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യും. അവിടെ തന്നെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകും. പരിക്ക് നമ്മൾ കണ്ടെടുത്തോളം കുറച്ച് ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. ഇന്നലെ കണ്ട ഫുട്ടേജിലൊക്കെ നമുക്ക് ഏകദേശം അതിനൊരു ധാരണയുണ്ട്. എന്നാൽ പോലും നമുക്കിനി അത് ഡോക്ടർ എത്തും. ഡോക്ടർ എത്തി അത് ശരിക്കും പരിശോധന ശേഷം കറക്റ്റ് ഇത് നമുക്ക് കിട്ടും. പരിക്ക് ഇപ്പൊ നമ്മൾ കണ്ടെടുത്തോളം എന്തെങ്കിലും ഇൻഫൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു വ്രണം വന്ന് അത് ഇതായതാവാം, അല്ലെങ്കിൽ കൂടിയ പക്ഷം കുരുക്കോ അതിനുള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. കുരുക്കും സംഭവിക്കാം. ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മൾ ഇനി കൂട്ടിൽ കയറാത്ത പക്ഷം മിക്കവാറും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള ഒരു ഇതിലേക്ക്, അത് ഇപ്പൊ എന്തായാലും നമ്മുടെ ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷന് ശേഷം ഹയർ ഓഫീസേഴ്സ് അത് തീരുമാനിക്കും. അങ്ങനെ മയക്കുവെടി വെച്ച് എടുക്കാൻ പറ്റുവാണെങ്കിൽ മയക്കുവെടി വെച്ച് എടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനെ ഇര പിടിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു കണ്ടീഷനിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. എന്നാലും ആവശ്യതയും അതിനെ ബാധിക്കാം. അത് തന്നെയാണ് നമ്മുടെ ഇതിന്റെ ഒരു മെത്തേഡ്. അപ്പൊ അതിന് വേറെ ഇര പിടിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈസി ആയിട്ട് ഈ കൂട്ടിലുള്ളതിൽ കയറാം. അപ്പൊ ഇന്നും നാളെയും അത് സംഭവിച്ചില്ലെങ്കിൽ മിക്കവാറും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ അത് മുന്നോട്ട് പോകും. ഇപ്പൊ നമ്മൾ ത്രൂ ഔട്ട് അതിന് കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി.